Hello guys, Assalamualaikum. Welcome back to my YouTube channel. ഇന്ന് ഞങ്ങൾ ഒരു ഗേൾസ് ട്രിപ്പ് പോകാൻ പോവുകയാണ് to നോർത്തേൺ അയർലാൻഡ്. ഞാനുണ്ട്, പത്മയുണ്ട്, സ്നേഹയുണ്ട്. നമ്മളൊരു ഗേൾസ് ട്രിപ്പ് പോവാൻ പോവാണ് കേട്ടോ, ടു നോർത്തേൺ അയർലാൻഡ്. നിങ്ങൾക്ക് അറിയണ പോലെ UK-ക്ക് 4 ഭാഗങ്ങളാണുള്ളത്. അതിലൊരു ഭാഗമാണ് നോർത്തേൺ അയർലാൻഡ്. ലിവർപൂൾ ബർക്കിംഗ്ഹെഡ് പോർട്ടിലോട്ടാണ് നമ്മൾ പോണത്, ബിക്കോസ് വി ആർ ഗോയിങ് ഇൻ എ ഫെറി. നമ്മൾ ബർക്കിംഗ്ഹെഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി 10-15 മിനിറ്റ് കൂടെ ഉണ്ട്. നമ്മൾ ഷിപ്പിലാണ് പോകാൻ പോകുന്നത്. അങ്ങോട്ടേക്ക് 8 മണിക്കൂർ യാത്ര ഉണ്ട്. ഷിപ്പിൽ വരണ്ട, സ്റ്റെല്ല ലൈൻ എന്നാണ് ഷിപ്പിന്റെ പേര്. കപ്പൽ യാത്ര ആദ്യമായിട്ട് ചെയ്യാം. എന്തെങ്കിലും വിട്ടുപോവാ. ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ ഫസ്റ്റ് കപ്പൽ യാത്രയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ബർക്കിംഗ്ഹെഡ് എത്തി. ലിവർപൂൾ ടു ബെൽഫാസ്റ്റിലോട്ടുള്ള സ്റ്റെല്ല ലൈൻ എന്ന് പറയുന്ന ഒരു ഫെറി ത്രൂ ആണ് നമ്മൾ പോകുന്നത്. 10:30 നമ്മുടെ കപ്പലിന്റെ ഡിപ്പാർച്ചർ. പക്ഷെ ഞങ്ങൾ എത്താൻ കുറച്ച് നേരം വൈകി. അതുകൊണ്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ഓടി പോവുകയാണ്. സ്റ്റെല്ല ലൈനിന്റെ വെബ്സൈറ്റ് ത്രൂ ആണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. ഞങ്ങൾക്ക് ഒരാൾക്ക് 38 പൗണ്ട്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഡിപ്പാർച്ചറിന്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോഴേക്കും 9:45 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവര് വിളിച്ചത്. റിസപ്ഷനിൽ പോയി നമ്മുടെ ടിക്കറ്റ്സ് ഒക്കെ കാണിച്ചു കൊടുത്തു. നമുക്ക് ബോർഡിംഗ് പാസ് തന്നു അവര്. നമ്മുടെ BRP മാത്രമാണ് ബോർഡിംഗ് പാസിന്റെ കൂടെ അവര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ചെക്കിങ് ചെയ്തു. നമ്മൾ ഇപ്പോൾ ബസ്സിൽ കയറാൻ പോവാണ്. So guys, ലൈഫിൽ ഫസ്റ്റ് ടൈം ഷിപ്പ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ഐ ആം സോ എക്സൈറ്റഡ് as usual. UK-ക്ക് 4 ഭാഗങ്ങളാണുള്ളത്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലാൻഡ്. 4നും 4ൻ്റെതായിട്ടുള്ള ഫ്ലാഗും ഉണ്ട്, 4ൻ്റെതായിട്ടുള്ള ഗവൺമെന്റ്സും ഉണ്ട്. അതിലെ നോർത്തേൺ അയർലാൻഡിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബെൽഫാസ്റ്റിലോട്ടാണ് നമ്മളുടെ ഷിപ്പ് പോകുന്നത്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ബിക്കോസ് ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫിലത്തെ ഫസ്റ്റത്തെ കപ്പൽ യാത്രയായിരുന്നു. 2 days ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റും ഒരു പേടിയൊക്കെ ഇല്ലേ, ആ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ആദ്യമായിട്ട് കപ്പലിൽ കയറുമ്പോൾ. അങ്ങനെ ഞങ്ങളുടെ ബസ് അതിന്റെ ഉള്ളിലോട്ട് നിർത്തി തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്നാണ് കയറി പോവാൻ പോകുന്നത്. ഫുഡ് പാസഞ്ചേഴ്സിനെ കൂടാതെ കാറുമായിട്ട് വന്നവരും ചരക്ക് വണ്ടികളായിട്ട് വന്നവരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അവർക്കൊക്കെ പ്രത്യേകം ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് അവര് ആ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കൂടെ കയറി പോരുകയാണ് ചെയ്തത് കേട്ടോ. പുറത്തെ വ്യൂ കാണുന്നത് ഗൈസ്. അടിപൊളി റെസ്റ്റോറൻറ്റ്, അടിപൊളി സൂപ്പർ റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ. എല്ലാരും കൂടെ പല സമയത്ത് ബാക്കിലോട്ട് അങ്ങനെ. ഓക്കെ, റെഡി, 1 2 3. ഫെറിയുടെ ഉള്ളിൽ കയറിയതും ഞങ്ങൾ റീൽസിനുള്ള കണ്ടന്റ്സ് ഒക്കെ എടുക്കായിരുന്നു. ഫോട്ടോസും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ അടിപൊളി ഫ്രെയിംസ് ആയിരുന്നു എവിടെ നോക്കിയാലും. ഗൈസ്, ഇളകി തുടങ്ങി ഗൈസ്. ഇതാ വിറക്കുന്നു, എൻ്റെ കൈ ഇതൊക്കെ വിറക്കുന്നുണ്ട്. ആകെക്കൂടൊരു കുലുക്കം. വാവ്, എന്തൊരു സംഭവം. സിറ്റി സെന്റർ കാണുന്നു. ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ കണ്ണോണ്ട് കാണും പോലെ കാണില്ല ഇതില്. സത്യം. ആടുന്നു.
കണ്ണാട വെച്ച് അമ്പിളിമാമനെ നോക്കുന്ന 2 ഉണ്ണികൾ. അമ്പിളിമാമനല്ല, സൂര്യനാണ്. കണ്ണട വെച്ചാൽ അമ്പിളി. ആഹാ, പുറത്തുനിന്ന് കണ്ടപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത്ര സെറ്റപ്പ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ വലിയ വലിയ റെസ്റ്റോറൻറ്റ്സും ഷോപ്സും പ്ലേയിങ് ഏരിയാസും ഒരു മാളിൻ്റെ പോലെ ആയിരുന്നു കേട്ടോ. ഗെയിം കളിക്കുന്ന കോർണേഴ്സ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ്, മൂവി ലോഞ്ചസ്, ബാറ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. സൈഡിലൊക്കെ വലിയ ഗ്ലാസ് ജനാലകളായ കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ എന്ത് രസമാണെന്നറിയോ. 2 നിലകളിലൊരു ഫെറി ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോയ ഫെറി. ക്യാബിൻ ബുക്ക് ചെയ്യേണ്ടവർക്ക് എക്സ്ട്രാ പേയ്മെന്റ് നടത്തിയിട്ട് ഈ ലഗേജസ് ഒക്കെ വെച്ചിട്ട് റിലാക്സ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒക്കെ കിട്ടുമായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ കാരണം ഞങ്ങൾ ഇതൊക്കെ തൂക്കിയിട്ട് നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂവി ലോഞ്ചസിൽ വന്നപ്പോൾ അവിടെ ആരുമില്ല. അപ്പം നമ്മൾ അവിടെ ഇരുന്നൊരു പടമൊക്കെ കണ്ട് നല്ല റിലാക്സ് ചെയ്ത് നല്ലൊരു ഉറക്കൊക്കെ ഉറങ്ങിയതിന് ശേഷം പുറത്തേക്ക് വന്നിക്കാന്ന്. സോ ഗൈസ്, ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചു പുറത്തോട്ടുള്ള വഴി. പുറത്തോട്ട് മീൻസ് ഷിപ്പിന്റെ ടോപ്പ് റൂഫാണ്. അമ്മേ അമ്മമ്മേ, തുള്ളിച്ചാടി നടക്കുന്നു ഒരാൾ. മോളെ പൊളി. Every night in my dreams. അമ്മോ അമ്മോ, പേടിയാവുന്നുണ്ട്. അല്ല സൂപ്പർ സൂപ്പർ സൂപ്പർ. അമ്പേ കാറ്റുണ്ട്. നീണ്ട 8 മണിക്കൂർ യാത്രയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടായിരുന്നു ഈ ഡെക്കിൽ വന്നിട്ടുള്ള ഈ ഒരു കാഴ്ച കേട്ടോ. നല്ല അടിപൊളി വെതറായ കാരണം ഞങ്ങൾക്ക് അവിടെ അങ്ങനെ നിന്നിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല. അത്രയും രസമായിരുന്നു. നോർത്തേൺ അയർലാൻഡിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണാൻ പോകുന്നത് ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്ന സീരീസിന്റെ ലൊക്കേഷൻസ് ആണ്. സോ അത് കുറച്ചേരം ഇരുന്ന് കണ്ടതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്ന ഫുഡ് കഴിക്കുകയാണ് നമ്മള്. ഡോൾഫിൻസ് ഒക്കെ ഇങ്ങനെ ഡൈവ് ചെയ്യുന്നത് നോക്കിയിട്ട് ചപ്പാത്തി ഇരുന്ന് കഴിക്കാൻ വല്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ ഗൈസ്. ഗൈസ്, ഇവിടെ ഒരു പ്ലേ ഏരിയ തുറക്ക. ഇതിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റ്സ് ഒക്കെ നല്ല ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിരുന്നു കേട്ടോ. ഈ കൂറ്റൻ കപ്പല് പച്ച കളറിലുള്ള ഈ കടലിൽ കൂടെ അങ്ങനെ കുതിച്ചു പോകുന്നത് നോക്കി ഇരിക്കാൻ എന്ത് രസാന്നറിയോ. ഇവിടെ എത്താനായിട്ടുണ്ട് നമ്മള്. ഇത് രണ്ട് ഫ്ലോർ കാണിക്കാം. എന്താ 2 ഫ്ലോർ. ഇതാ കാണുന്നതാണ് ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളിങ്ങനെ ഇവിടെ എത്താനായിട്ടുണ്ട്. സമയം 6:30 നീണ്ട 8.5 മണിക്കൂർ യാത്രക്ക് ശേഷം അനൗൺസ്മെന്റ് ചെയ്തു.
ബെൽഫാസ്റ്റ് ആ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ. Are approaching to Belfast. അങ്ങനെ ഞങ്ങൾ ഇവിടെ സ്ഥലത്തെത്തി. ബെൽഫാസ്റ്റ് നോർത്തേൺ അയർലൻഡിന്റെ ക്യാപിറ്റൽ സിറ്റി ബെൽഫാസ്റ്റിലെത്തി. 8 മണിക്കൂർ ഫെറി യാത്രക്ക് ശേഷം അല്ലെ. അടിപൊളിയാണ് എക്സ്പീരിയൻസ് ആയിരുന്നു. മസ്റ്റില് ലൈഫിൽ 1 ടൈമെങ്കിലും പോയിരിക്കണം. നൈറ്റിനെക്കാളും ഡേ ആയിരിക്കും. നമ്മൾ ക്യാബിനൊന്നും ബുക്ക് ഒന്നും ചെയ്തിട്ടില്ല. റൂം, അതായത് ഇവിടെ റൂമൊക്കെ എടുക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മള് മൂവി കണ്ട് ഫുഡൊക്കെ ഇരുന്ന് കഴിച്ച് ലോഞ്ച് നമുക്ക് ഇരിക്കാം. പിന്നെ മൂവി ലോഞ്ച് ഉണ്ട്. കുറേ പ്ലേസ് അങ്ങനെ നമുക്ക് ആക്സസബിൾ ആണ്. കുട്ടികൾക്ക് കളിക്കാനും പിന്നെ നമുക്ക് എല്ലാ ഇതും ഉണ്ടല്ലേ. അതായത് എന്താ റെസ്റ്റോറൻറ്റ് പോലെയുള്ള സ്ഥലങ്ങളുണ്ട്, ബാറുണ്ട്, പബ്ബുണ്ട്, ലിവിങ് റൂം ഉണ്ട്. പിന്നെ ഇതിന് അഡീഷണൽ പേ ചെയ്യുന്ന വരുന്നതൊക്കെയാണ് ക്യാബിൻ. അത് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ടിലൊക്കെ ഉണ്ടാവും. ബാക്കി നമുക്ക് വന്ന് നൈസായിട്ട് ചില്ല് ചെയ്ത് പോകാനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ നൈസായിരിക്കും. കുട്ടികളായിട്ട് പുറത്ത് റൂഫ് ടോപ്പിൽ പോയിട്ട് നമ്മള് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അടിപൊളിന്ന് പറഞ്ഞാൽ സെറ്റാണ്. എൻജോയ്ഡ് അല്ലേ. അങ്ങനെ പിന്നെ കുറച്ച് കിടന്നുറങ്ങി ഫിലിം കണ്ടു. ഫ്രീ വൈഫൈ ഉണ്ടായിരുന്നു. വൈഫൈയുടെ കാര്യം ഞങ്ങള് പകല് കണ്ടു. 10:30 തൊട്ടിട്ടാണ് നമ്മളെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്, 6:30 വരെ. അപ്പോൾ നമ്മൾ മോർണിംഗ് കണ്ടു, നൂൺ കണ്ടു, ഈവനിങ് കണ്ടു, നൈറ്റും കണ്ടു. വാവ്, വാവ്. ഇനി ഞങ്ങൾ നേരെ ഞങ്ങള് ബുക്ക് ചെയ്ത റൂമിലോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നാളെ നോർത്തേൺ അയർലാൻഡിന്റെ വിശേഷങ്ങളും ഇറങ്ങുന്ന ഇതൊക്കെ കാണിച്ചിട്ട് അവിടെ അതാ വണ്ടിയായിട്ടൊക്കെ വന്നൊരു വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് അവിടെ, കാറുകളൊക്കെ. അതുപോലെ എന്താണ് ചരക്ക് വണ്ടികളും ഒക്കെ ഉണ്ട് അവിടെ, എല്ലാ വണ്ടികളും. അങ്ങനെ ആദ്യത്തെ എക്സ്പീരിയൻസ്. കയറിയ പോലെ തന്നെ ഇറങ്ങാനും ഇതുപോലൊരു ബസ് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ ബസ്സിലാണ് നമ്മളെ പുറത്തോട്ട് അവർ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആണ് നമ്മൾ വന്ന കപ്പല്. ബാഗ് ആരെങ്കിലും ബാഗേജിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൽ വരും. നമ്മൾ ഫ്ലൈറ്റിൽ പോണ പോലെ തന്നെ നമ്മളിവിടുന്ന് കളക്ട് ചെയ്യണം. നമ്മൾ പുറത്തോട്ട് പോവുക, ടാക്സി എടുക്കണം. ടാക്സി എടുത്തിട്ട് നേരെ നമ്മൾ പോകുന്നത് booking.com ത്രൂ നമ്മൾ ബുക്ക് ചെയ്ത ഒരു അക്കോമഡേഷനിൽ. ടാക്സി ഡ്രൈവറുടെ അടുത്ത് നിന്ന് ചെറുതായിട്ട് നമുക്കൊരു പണി കിട്ടി. സെൽഫ് ചെക്കിനാണ്. അപ്പോൾ അവർ അയച്ചു തരും നമുക്ക് കീ എവിടെ ഇരിക്കുന്നതെന്നും അതിൻ്റെ കോഡൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് നമ്മളിതാ നമ്മളുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. സോ ഗായ്സ്, നമ്മൾ വീടെത്തി പുറത്തേക്ക് ഇറങ്ങിക്കുക എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. നൈസായിട്ട് നമ്മളെ ടാക്സിക്കാരനൊന്ന് പറ്റിച്ചിട്ടുണ്ട്. അത് ഞാൻ മനഃപൂർവ്വം വേണ്ടാതിരിക്കുക, കാരണം എല്ലാവരും ഡെസ്പായിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ. കാരണം വെറും 9 മിനിറ്റ് ദൂരമുള്ളടത്ത് നമുക്ക് 30 പൗണ്ട് അയാൾ ചാർജ് ചെയ്തു. അയാളുടെ സ്മാർട്ട്നെസ് കൊണ്ട് എത്രയെന്ന് ചോദിക്കാനുള്ളൊരു ഗ്യാപ്പ് പോലും ഞങ്ങൾക്ക് തരാതെ ഞങ്ങളെ കൊണ്ട് കാർഡ് ടാപ്പ് ചെയ്യിപ്പിച്ചു. സോ ബി കെയർഫുൾ. കുറച്ച് നേരത്തിന് ഞങ്ങളെ മൂഡ് പോയിരുന്നു, സങ്കടപ്പെട്ടു എല്ലാവരും. കാരണം ഫെറിക്കും കൂടെ അത്ര വന്നിട്ടില്ല, അതാണ് അവരൊക്കെ പറഞ്ഞത്. എനിവേ, ഒരു യാത്ര പോകുമ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു ചീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു നഷ്ടമോ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വിചാരിച്ച് സമാധാനിക്കാം. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ആയിരുന്നു ഞങ്ങൾ booking.com ത്രൂ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 നിലയുള്ള ഒരു അടിപൊളി വീട്ടിലെ ഒരു റൂമായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ വീടിന്റെ ഹൗസ് ടൂർ തന്നെ നമുക്ക് ഒരു ദിവസം മൊത്തം വ്ളോഗ് എടുക്കാം. അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള അത്രയും പീസുകളൊക്കെ കൊടുത്തിട്ട് സൂപ്പറാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവർ.
ഐറിഷ് തീമിലുള്ള ഒരു വീടാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതിനു മുന്നേ ഞാൻ ഐറിഷ് വീട്ടിൽ ചെന്നിട്ടില്ല, താമസിച്ചിട്ടില്ല. പക്ഷെ വീടിന്റെ ഓണർ കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം കുറെ പീസസ് പലയിടത്തുനിന്നും കളക്ട് ചെയ്തത് അയാൾ നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളില്. പത്മ എടുത്ത ഷോർട്സ് ആണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. അടിപൊളിയായിട്ടുള്ള എല്ലാ ഡീറ്റെയിലിങ്ങും കളക്ട് ചെയ്തിട്ട് അവൾ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 3 നിലയുള്ള വീട്ടിലെ 2ാമത്തെ ഫ്ലോറിലാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെ കൂടാതെ വേറെ ആരൊക്കെയാ അവിടെ ഉള്ളതെന്ന് നമുക്കറിയില്ല. അങ്ങനെ നല്ല ഒരു ഉറക്കമൊക്കെ ഉറങ്ങി ഞങ്ങൾ ഏർലി മോർണിംഗ് തന്നെ എണീറ്റിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിച്ചണിൽ ലാൻഡ് ലോർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് ഞങ്ങൾ ഇന്നലെ ഷോപ്പിങ്ങും ചെയ്തായിരുന്നു. ബ്രെഡും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അതൊക്കെ ഉണ്ടാക്കി ഒരു ലൈറ്റ് ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഫ്രഷനപ്പ് ആയിട്ട് റെഡി ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. 1 നൈറ്റ് മാത്രമേ നമ്മൾ ഈ അക്കോമഡേഷനിൽ താമസിക്കുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തു റെഡിയായി. റൂം നമുക്ക് എങ്ങനെയാണോ കിട്ടിയത് അങ്ങനെ തന്നെ ക്ലീൻ ആക്കി നമ്മൾ ഇട്ടിട്ടുണ്ട്. എനിക്ക് വീടിന്റെ ഡീറ്റെയിലിംഗ് കണ്ടിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിന്റെ ടോയ്ലറ്റ് ഒന്ന് നമുക്ക് പോയി നോക്കാം. ഈ വീട്ടിലെ ഓരോ സാധനങ്ങളും എപ്പിക് മാസ്റ്റർ പീസ് തന്നെയായിരുന്നു. അതുകൊണ്ട് മ്യൂസിയം ആണോ ടോയ്ലറ്റ് ആണോ എന്ന് മനസ്സിലാവില്ല. അതുപോലെ ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ നോർത്തേൺ അയർലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ റെഡിയായി. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വ്ലോഗ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.